ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ്സ് സ്റ്റാർട്ട്. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്ത് 11,889, 121 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 40,522, 376 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 24,769 ആൻഡ് 694 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. എല്ലാവരും നല്ല മൂവ്മെൻറ്റ്സ് ആണെന്ന് കാഴ്ചവെച്ചത്. നിഫ്റ്റി ഇൻഡിവിജ്വലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 11,767 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 11,807. ഒരു കുഴപ്പമില്ലാത്തൊരു ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ട് ഓപ്പൺ ചെയ്തു. ആൻഡ് ഡേ ഹൈ വെൻ ടുഡേ 11,899 ആൻഡ് ഡേ ലോ വാസ് 11,723. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്, ഭംഗിയായിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിൽ. ആൻഡ് ഇന്ന് നിഫ്റ്റീനെ ഹെൽപ്പ് ചെയ്തത് ഫിനാൻഷ്യൽ, ബാങ്കിങ് സെക്ടർ, ഓട്ടോ സെക്ടർ, FMCG, ഫാർമ സ്റ്റോക്സ് എല്ലാവരുടെയും നല്ലൊരു ബാക്കപ്പ് ഉണ്ടായിരുന്നു നിഫ്റ്റീനെ സംബന്ധിച്ചിടത്തോളം. നിഫ്റ്റി ഇന്ന് വോളറ്റൈലായിരുന്നു. ആൻഡ് അതിൻ്റെ ഒരു ഹൈ എൻഡ് 11,899 വരെ പോയി. ആൻഡ് 121 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 11,889 ക്ലോസ് ചെയ്തു. ടെക്നിക്കലി നാളത്തെ നിഫ്റ്റിയുടെ കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു പിവറ്റ് ചാർട്ട്, ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് 11,770 ആണ്. ആൻഡ് സെക്കൻഡ് വിൽ ബി 11,660. ആൻഡ് റെസിസ്റ്റൻസ് ഈസ് 11,950 ആൻഡ് സെക്കൻഡ് വൺ ഈസ് 12,010. ഇതാണ് നാളത്തെ ഒരു നിഫ്റ്റിയുടെ റേഞ്ച് പ്രതീക്ഷിക്കാവുന്നത്. അടുത്തൊരു 1-2 സെഷൻസ് എന്തായാലും ഒരു ബുള്ളിഷ് മോഡാവാനുള്ള സാധ്യത ഇല്ലാതില്ല. അതുകൊണ്ട് ഇന്ന് ഓൾറെഡി ഷോർട്ട് സെല്ലെടുത്തു ഒരു ട്രാപ്പിൽ ചെന്ന് വിടാനുള്ള സാധ്യതയുണ്ട്. സോ അവരെ സംബന്ധിച്ചിടത്തോളം 11,770 അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ഷോർട്ട് സെല്ലിങ് സസ്റ്റെയിൻ ചെയ്താൽ മതി. അതർവൈസ് ഒരു ട്രാപ്പ് ആവാൻ തന്നെയാണ് സാധ്യത. സോ നിഫ്റ്റി നെക്സ്റ്റ്, അതായത് നാളത്തെ ഒരു ട്രേഡിംഗ് സെഷനിൽ 11,940 മീതെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു 12,000 ഓൺവേർഡ്സ് മൂവിങ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതർവൈസ് ഇറ്റ് ക്യാൻ ബി 11,500 ഓർ 11,660 ആ ഒരു ലെവലിലേക്കും പ്രതീക്ഷിക്കാം ഈ ഒരു വീക്ക്. ദാറ്റ്സ് ഇറ്റ് ഫോർ നിഫ്റ്റി. ഇനി നിഫ്റ്റി ബാങ്കിനെ നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ബാങ്ക് കാഴ്ചവെച്ചത് ഒരു എക്സലൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് അറൗണ്ട് 694 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് ഓർ 2.88% ഗെയിനോട് കൂടിയിട്ട് 24,769 ക്ലോസ് ചെയ്തു. നിഫ്റ്റിയുടെ നാളത്തെ ഒരു കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് പിവറ്റ് ലെവലിൽ. First support is 24,190, second one 23,610, and same time upside resistance. First resistance is 25,070, second one 25,380. Friends, next is option data. കോളിൻ്റെ OI ചെക്ക് ചെയ്യുമ്പോൾ 44.03 lakhs കോൺട്രാക്ട്സ് കാണാൻ കഴിയുന്നത് 12,000 സ്ട്രൈക്ക് റേറ്റിലാണ്, which is really crucial resistance. But 12,000 is a really big hurdle, huge hurdle. Okay, and followed by 12,500 ആണ് അടുത്ത് കാണുന്നത്. that is 43.63 lakhs കോൺട്രാക്ട്സ്. ആൻഡ് അഗെയിൻ 12,200 കുഴപ്പമില്ലാത്ത ഒരു അക്യുമുലേഷൻ അതിലേക്ക് നടന്നിട്ടുണ്ട്. ആൻഡ് ഹയസ്റ്റ് കോൾ അൺവൈൻഡിങ് നടന്നിട്ടുള്ള 12,500 ഓക്കെ, അറൗണ്ട് 12.3 lakhs കോൺട്രാക്ട്സ്. ആൻഡ് സെക്കൻഡ് ഈസ് 12,000. നെക്സ്റ്റ് പുട്ടിൻ്റെ മാക്സിമം OI കാണിച്ചിട്ടുള്ള 11,000 സ്ട്രൈക്ക് റേറ്റിലാണ്. ആൻഡ് അതൊരു ക്രൂഷ്യൽ സപ്പോർട്ട് ലെവലായിട്ട് തന്നെ ആക്ട് ചെയ്യും. ആൻഡ് സെക്കൻഡ് ഈസ് 11,500. പുട്ടിൻ്റെ റൈറ്റിംഗ് കുറച്ച് കൂടുതലായിട്ട് കണ്ടിട്ടുള്ള 11,800 ആൻഡ് സെക്കൻഡ് ഈസ് 11,700. ആൻഡ് മാക്സ് പെയിൻ അറ്റ് 11,800 ആണ് കാണിക്കുന്നത്.
Next is FIs and DIs data. FIസിൻ്റെ ബൈ വാല്യൂ 11,020 and സെൽ വാല്യൂ 7,506. നെറ്റ് വാല്യൂസ് 3,514. അതായത് 3,514 ഒരു പർച്ചേസിങ് ഇന്ന് FIസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് നല്ലൊരു ഗുഡ് സൈനാണ്, ഒരു ബുള്ളിഷ് മോഡിൽ നിന്നുള്ള. ആൻഡ് DIസിനെ സംബന്ധിച്ചിടത്തോളം ബൈ വാല്യൂസ് 4,310, സെൽ വാല്യൂസ് 5,880, നെറ്റ് വാല്യൂസ് -1,570. DIസിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നും സെൽ ഓഫ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് കുഴപ്പമില്ലാത്ത നല്ലൊരു എമൗണ്ടിൻ്റെ സെൽ ഓഫ് നടന്നിട്ടുണ്ട്, വിച്ച് ഈസ് -1,570. ആൻഡ് ഫ്രണ്ട്സ്, നാളത്തേക്ക് ഞാൻ എടുക്കാൻ പോകുന്ന ട്രേഡുകൾ, ഫസ്റ്റ് വൺ ഈസ് സിപ്ല, ബൈ അറ്റ് 776 ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് 782 and second will be 795. And short sell Sipla, trigger price is 762, first target 755, second is 747. അടുത്തത് ഭാരതി എയർടെല്ലാണ്. ഭാരതി എയർടെൽ 436 ട്രേഡ് എടുക്കാം. ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് 440, second will be 448. ആൻഡ് സെയിം ടൈം ഷോർട്ട് സെല്ല് ഭാരതി എയർടെൽ നോക്കുകയാണെങ്കിൽ 430 താഴെ പോകുകയാണെങ്കിൽ ഓക്കെ യു ക്യാൻ ഷോർട്ട്. ഫസ്റ്റ് ടാർഗറ്റ് ഷുഡ് ബി 423, സെക്കൻഡ് വിൽ ബി 418. ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഈസ് കൊട്ടക് ബാങ്ക്. കൊട്ടക് ബാങ്ക് നിങ്ങൾക്ക് 1605 ബൈ ചെയ്യാം. ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് 1615, സെക്കൻഡ് വിൽ ബി 1628. ആൻഡ് ഷോർട്ട് സെൽ സൈഡ് കോട്ടക് ബാങ്കിൻ്റെ നോക്കുകയാണെങ്കിൽ 1575 താഴേക്ക് ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഷോർട്ട് ഇറ്റ്. ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് ഷുഡ് ബി 1562, സെക്കൻഡ് വിൽ ബി 1542. നെക്സ്റ്റ് വൺ ഈസ് ബർജർ പെയിൻറ്റ്. ബർജർ പെയിൻറ്റ് ബൈ അറ്റ് 610 ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് 614, സെക്കൻഡ് ടാർഗറ്റ് 620. ആൻഡ് ഷോർട്ട് സെൽ സൈഡ് ബർജർ പെയിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 605 താഴെ വരികയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട്. ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് 601, സെക്കൻഡ് വിൽ ബി 596. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അമർ രാജ ബാറ്ററി, ബൈ അറ്റ് 773, ഫസ്റ്റ് ടാർഗറ്റ് 780, സെക്കൻഡ് വിൽ ബി 790. അറ്റ് സെയിം ടൈം ഷോർട്ട് സെല്ല് നോക്കുകയാണെങ്കിൽ 768 താഴെ വരികയാണെങ്കിൽ 768 താഴെ വരികയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് സെൽ ഇറ്റ്. ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് ഈസ് 758, സെക്കൻഡ് വിൽ ബി 750. And next one is Ambuja Cement. Ambuja Cement buy at 259 and first target 263, second will be 268. And Ambuja Cementൻ്റെ ഷോർട്ട് സെൽ സൈഡ് നോക്കുകയാണെങ്കിൽ 256 താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ടേക്ക് ട്രേഡ്. ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് ഷുഡ് ബി 248, സെക്കൻഡ് വിൽ ബി 244. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് RBL Bank, ബൈ അറ്റ് 175 and first target 181, second target 186. and short sell side RBLൻ്റെ നോക്കുമ്പോൾ 168 താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ഷോർട്ട് സെൽ എടുക്കുക. ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് ഈസ് 160, സെക്കൻഡ് വിൽ ബി 156. ആൻഡ് ട്രേഡേഴ്സ്, നാളെ ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ട കുറച്ച് സ്റ്റോക്കുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളതാണ്, വിച്ച് ഈസ് കൊട്ടാക് ബാങ്ക്, നെസ്ലെ, ഏഷ്യൻ പെയിൻറ്റ്, ശ്രീറാം സിമൻറ്റ്, ബജാജ് ഫിനാൻസ്. ഇവരെല്ലാവരും ഇന്ന് നല്ലൊരു കോൺട്രിബ്യൂഷൻ നിഫ്റ്റിയിലേക്ക് നടത്തിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇന്ന് ലോ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് HDFC, TCS, ONGC, ഇൻഫോസിസ്, വിപ്രോ. ഇതും നിങ്ങൾ വാച്ച് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഒരു അനാലിസിസ് നമ്മൾ സ്റ്റോക്കുകളെ കുറിച്ചിട്ട് മീൻസ് പഠിക്കുന്നത്. നാളെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരമില്ലെങ്കിൽ മറ്റന്നാൾ മേ ബി യു വിൽ ഗെറ്റ് സം ഓപ്പർച്യൂണിറ്റി. ഇതിനൊന്ന് ഈ സ്റ്റോക്കുകളുടെ മീതെ നിങ്ങളൊരു കീപ്പോ ആയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് സം ഐഡിയാസ്. ഓക്കെ, സോ കീപ്പ് ഓൺ ഐ ഇറ്റ് കണ്ടിന്യൂസ്ലി ദിസ് സ്റ്റോക്സ്, ബിക്കോസ് ദീസ് ഓൾ ആർ ഓൾമോസ്റ്റ് ബ്ലൂ ചിപ്സ് സ്റ്റോക്സുകളാണ്.
സോ ട്രൈ ടു ട്രേഡ് നല്ല ഫണ്ടമെൻ്റലി സ്റ്റോക്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കുക. ആൻഡ് ഇൻട്രാഡേക്ക് പകരം ഒരു സ്വിംഗ് മോഡിലേക്ക്, ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ, ഒരു സ്വിംഗ് മോഡിലേക്ക് കടക്കുക. ആൻഡ് പതുക്കെ ഒരു ഇൻവെസ്റ്റർ മോഡായി മാറണം. അങ്ങനെയൊക്കെയാണ് നമുക്ക് വളരാൻ കഴിയുള്ളൂ. സോ എപ്പോഴും ട്രൈ ടു ലേൺ. ഓക്കെ, ആരെങ്കിലും ഫീഡ് ചെയ്യുന്നത് അപ്പടി വെള്ളം തൊടാതെ വിഴുങ്ങരുത്. സോ ട്രൈ ടു ഡു യുവർ ഓൺ അനാലിസിസ്. ഓക്കെ, അതാണ് ഞാൻ പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ആൻഡ് ഗൈസ്, നാളെ നല്ല കുറച്ച് കമ്പനീസിൻ്റെ റിസൾട്ട്സ് വരാനിരിക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ആക്സിസ് ബാങ്ക് ഉണ്ട്, ഡോക്ടർ റെഡ്ഡി ഉണ്ട്, ആൻഡ് വാട്ട് എൽസ്, അപ്പോളോ ട്യൂബ്സ്, ആൻഡ് മാരിക്കോ, RBL ബാങ്ക്, ടൈറ്റാൻ കമ്പനി ലിമിറ്റഡ്. ഇതൊക്കെ നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലും ഒരു കണ്ണ് വെച്ചോളൂ. ഓക്കെ, ദാറ്റ് വിൽ ഹെൽപ്പ് യു. ആൻഡ് ഇന്ന് കോട്ടക്കിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന്. നാളത്തെ കമ്പനീസിൻ്റെ റിസൾട്ടിനെ കുറിച്ചിട്ട് ഇന്ന് ഞാൻ പറയുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം, എന്നാലും ഇന്ന് ആ കോട്ടക്കിൻ്റെ ഒരു റിസൾട്ട് ഒന്ന് എടുത്ത് നോക്കാം. ആൻഡ് അവരുടെ ചാർട്ടും. സോ ഗംഭീര ഒരു പ്രകടനമാണ് ഇന്ന് കോട്ടക്ക് കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് അവർക്ക് നല്ലൊരു ഏണിങ്സാണ് ഉണ്ടായത്. 2400 നിന്ന് 2900 വരെ CR വരെ അവരുടെ പ്രോഫിറ്റ് ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ എല്ലാം ഇന്നത്തെ ചാർട്ടിലും കാണാം. ആൻഡ് നാളെയും അത് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ വ്യൂസ് മാത്രമാണ്. സോ ഡോണ്ട് ഫോളോ ഇറ്റ് ബ്ലൈൻഡ്ലി. പ്ലീസ് കൺസൾട്ട് വിത്ത് യുവർ ഫിനാൻഷ്യൽ അഡ്വൈസർ ഓർ യു ഡു യുവർ ഓൺ അനാലിസിസ് ആൻഡ് ട്രേഡ്. സോ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഇറ്റ്. ടൈം ടു വൈൻഡ് അപ്പ്. പ്ലീസ് ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല കേട്ടോ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ. മണി എന്തായാലും അടിച്ചോളൂ. ടിൻഡിങ്. ഹാപ്പി ട്രേഡിങ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.